ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബിരിയാണി ഉണ്ടാക്കിയിട്ട് നേരാവാത്തവരും ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ തന്നെ ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിരിയാണി ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം ഒന്നും ഞാൻ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചെറിയ പീസായിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി കട്ടൊന്നും അല്ല കേട്ടോ, കറിക്കുള്ള ആ ഒരു ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. അതെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അല്ലാത്തവരൊട്ടും വിഷമിക്കേണ്ട കേട്ടോ. ഇത് നേരെ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട കേട്ടോ. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യാനുസരണം ചിക്കൻ എടുത്തോളൂ കേട്ടോ. ചിലവർക്ക് ബിരിയാണിയിൽ ഒരുപാട് ചിക്കൻ വേണമെന്ന് നിർബന്ധം ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചിക്കൻ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ചിക്കൻ വേറെ സെപ്പറേറ്റ് വേവിക്കുകയൊന്നുമില്ല, ഈ വെന്ത് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണയിൽ കടന്നിട്ട് അതൊന്ന് അവിടെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് തോല് കളഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പണികൾ ഒന്നിച്ചൊന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഈ ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര പണിയുള്ളൊരു ഏർപ്പാടാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ, പെട്ടെന്ന് ഈ ഒരു പണി കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കും കൂടെ ചെയ്തു കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സ്പൈസസ് ആണ് ഇത് എടുത്തിട്ടുള്ളത്. ബിരിയാണി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചതച്ചത്, പിന്നെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഇതും കൂടെ കിട്ടുമല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഒക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് മാറ്റി വേറെ വെച്ചു. ഇനി വേറൊരു പാത്രത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. 1 ടീസ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ വേസ്റ്റ് ആക്കൊന്നും വേണ്ട കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തോ. നെയ്യ് ഇനിയും ഇതിൽ ചേർക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 2 ഗ്ലാസ് ബിരിയാണി റൈസാണ് കേട്ടോ എടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ 2 സവാള എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ സവാള ഇട്ട് എടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ സ്പൈസസ് കൂടെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വറുത്തെടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല, അതിൽ കൂടെ തന്നെ ഞാൻ സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല, എരിവ് അധികം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ എരിവ് എപ്പോഴും ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഞാൻ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, മല്ലിയിലയും പുതിനയിലയും. അപ്പോഴാണ് ആ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു മണം കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ബിരിയാണി റൈസ് ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 ഗ്ലാസ്സിന് കറക്റ്റായിട്ട് തന്നെ വെള്ളം നമ്മൾ ഒഴിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതങ്ങനെ കഴുകി അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇവിടെ ഇളക്കി യോജിക്കും. നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ അതിന്ന് ഒരു പകുതിയോളം ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ആവശ്യമായിട്ട് വേറൊരു പാത്രത്തേക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതിൽ ആ ബിരിയാണി ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെറ്റിച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാവും കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഗ്രേവി എല്ലാം ചിക്കനിലൊന്ന് പിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കണേ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ആ ചിക്കൻ അതിൽ കിടന്നൊന്ന് വേവേണ്ട ആവശ്യമില്ല, വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. റൈസ് വേവിച്ച് മാറ്റി വെക്കുന്നതൊക്കെ വലിയൊരു പണിയാണല്ലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ഒട്ടും പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അഭിപ്രായമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കേൾക്കുക. ഒരുപാട് മസാലകളുടെ കുത്തൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ കുക്കറാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കറിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ടീസ്പൂണായിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നങ്ങോട്ട് വറുത്തെടുക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് അരി വറുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരി ഒന്ന് വെന്ത് കുഴഞ്ഞു പോവാണ്ട് കിട്ടും. പിന്നെ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ ചിലർക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നൊരു പതിവുണ്ട് അല്ലേ. വെന്ത് കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അരി കടിക്കുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിങ്ങനെ അടിയിൽ പിടിക്കുന്ന ഒരു ഫീലിംഗ് തോന്നും ഇളക്കുമ്പോൾ. ആ ഒരു സമയത്ത് നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കിനാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ മസാലയിലും ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പെരുംജീരകം കൂടെ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. 3 വിസിൽ വരാൻ പാടൂ. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇറക്കി വെക്കണം. തുറന്ന് നോക്കൊന്നും ചെയ്യരുത്. ഇതിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് വേവായിട്ട് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാണ്ട് നല്ലൊരു റൈസ് വെന്ത് അങ്ങനെ കിട്ടും കേട്ടോ. ഇപ്പം തന്നെ എന്താ മണം എന്നറിയോ, വീട് മുഴുവൻ ബിരിയാണിയുടെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിൽ കൂടുതൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗരം മസാലയൊന്നും ഇനി ചേർക്കില്ല കേട്ടോ. ഇത്രയും മസാല മാത്രമേ ആവശ്യമുള്ളൂ. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാന് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കിയ അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ പാനിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല, ചിക്കനും കൂടെ ചേർത്തിട്ടുള്ള ആ മസാല അതാദ്യം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. തീ ഇപ്പോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച റൈസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ദമ്മിട്ടിട്ടുണ്ടാക്കുന്ന ബിരിയാണിയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ദമ്മൊന്നും നമ്മൾ ഇടുന്നില്ല. ഈ വേവിച്ച് വെച്ച ബിരിയാണിയുടെ ഒരു റൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുകളിൽ കൂടെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചിക്കനും കൂടെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസ് അങ്ങനെ എല്ലാം മുകളിൽ കൂടെ ഒന്ന് ഇത് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ടാണ് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട്. ഇനിയാണ്ട് അടച്ച് വെക്കുക കേട്ടോ. പുതിനയില ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണിയിൽ അത് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് ബിരിയാണിക്ക്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് അടച്ച് വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ഗ്രേവി ചിക്കൻ്റെ എല്ലാ ടേസ്റ്റും ഇതിലേക്ക് പിടിക്കുള്ളൂ. നല്ല പോലെ ഒന്ന്
ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതിലൊരു മസാലയുടെ കുത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ വയറ് നിറയെ കഴിച്ചു പോട്ടോ ഈ ഒരു ബിരിയാണി. ചിലവർക്ക് ബിരിയാണിയുടെ മസാലയുടെ കുത്തൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയുടെ കുത്തൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ സാധാ ചോറ് കഴിക്കണ പോലെ തന്നെ ഈ ബിരിയാണി അത് കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ മണം ഭയങ്കര മണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.